എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ബ്രൂക്കിനെ തട്ടിക്കൊണ്ടുവന്ന ആ ഒരു ഐലാൻഡ് കാണിക്കും. തട്ടിക്കൊണ്ടു വന്നവരാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി, നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങളിത് അവതരിപ്പിക്കുന്നു ഒരു പ്രത്യേക തരം ക്രീച്ചർ. ഇവന്റെ ശരീരത്തില് മാംസമില്ല, ബ്ലഡ് ഇല്ല, ഒന്നുമില്ല, വെറും എല്ലു മാത്രം. ഇതൊരു പ്രത്യേക ക്രീച്ചറാണ്, ഇതിനെ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഇവിടേക്ക് വരുവീൻ എന്നൊക്കെ പറഞ്ഞ് വമ്പൻ അനൗൺസ്മെന്റ്. പക്ഷെ അവിടെ വന്നിരിക്കുന്ന ജനങ്ങൾക്കാണെങ്കിൽ അതിൽ തീരെ വിശ്വാസം ഉണ്ടാവില്ല. അവര് പറയും, നിങ്ങൾ കള്ളം പറയാണ്, അതൊരു ക്രീച്ചർ ഒന്നും അല്ല, അതിന് യാതൊരു തരത്തിലുള്ള മൂവ്മെന്റും ഇല്ല എന്ന് പറയും. ഉടനെ അവർ ഷോക്കായി ഇപ്പൊ ബ്രൂക്കിനെ നോക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ ഈ കാര്യമായിട്ട് ലൂഫിയുടെ ന്യൂസ് റിപ്പോർട്ടൊക്കെ വായിച്ച് പകച്ചു നിൽക്കും. അവനും ലൂഫി എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകും. ഉടനെ ആ വില്ലന്മാരിൽ ഒരുത്തൻ അവൻ നിലവിളിച്ചു പറയും, ഹേ സ്കെൽട്ടൺ, ഒരല്പം ആക്ഷനൊക്കെ ഇട്, ഇവരാരും നിന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല. അപ്പൊ അതേസമയം ബ്രൂക്ക് അവനാണെങ്കിൽ പതിയെ പതിയെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ ആദ്യമായിട്ട് ബ്രൂക്ക് നമ്മുടെ ലൂഫിയൻ ടീമിനെ കണ്ടുമുട്ടിയ കാര്യം അത് ആലോചിക്കും. ലൂഫി ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ബ്രൂക്കിനെ കണ്ടു പേടിച്ചു. പക്ഷെ ലൂഫിക്ക് മാത്രം ബ്രൂക്കിനെ ഇഷ്ടമായി. അവന്റെ അടുത്തേക്ക് സ്ട്രെയിറ്റ് വന്ന്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ബ്രൂക്കിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. കാരണം വർഷങ്ങളായിട്ട് റഡാർ പോലും ഇല്ലാത്ത ആ വലിയ കപ്പലില് അവൻ ഒറ്റയ്ക്കാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൻ മനുഷ്യരെ കാണുന്നതും സംസാരിക്കുന്നതും. ബ്രൂക്കിനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഉടനെ ബ്രൂക്ക് അവന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ലൂഫി അറിയിക്കും. അതിന് ലൂഫി പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഷാഡോ അത് കറക്റ്റ് ആയിട്ട് നിനക്ക് തന്നെ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞ് ഗഗ്ഗോമുറിയായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ ഷാഡോ അവന് തിരികെ കൊടുത്തു. ഇത് മാത്രമല്ല, അവന്റെ ടീമിലെ ഒരു മെമ്പറാക്കി ബ്രൂക്കിനെ അവരുടെ കൂടെ ചേർത്തു. ബ്രൂക്ക് ആണെങ്കിൽ ആ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങള് അതൊക്കെ ഓർത്ത് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ പ്രസന്റില് ഇവിടെ ജനങ്ങളെല്ലാവരും ബഹളം വെക്കുകയാണ്, മര്യാദക്ക് ഞങ്ങളുടെ ക്യാഷ് തിരികെത്താ, ഇത് മനുഷ്യനൊന്നും അല്ല, ഒരു സ്റ്റാച്യു ആണ്, നിങ്ങൾ സ്റ്റാച്യു കാണിച്ച് ഞങ്ങളെ പറ്റിക്കാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ബഹളം വെക്കും. അടുത്ത നിമിഷം ബ്രൂക്ക് അവൻ ചാടി എഴുന്നേറ്റ് 40 ഡിഗ്രിയിലൊക്കെ അങ്ങനെ കറങ്ങാനായിട്ട് ആരംഭിക്കും. ജനങ്ങൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. അവരിപ്പോഴാണ് ബ്രൂക്കിനെ വിശ്വസിക്കുക. ഇവിടെ ബ്രൂക്ക് അവനും തന്റെ സ്കിൽ എങ്ങനെയെങ്കിലും ഇംപ്രൂവ് ചെയ്ത് എനിക്ക് ലൂഫിയെ സഹായിക്കണം എന്ന് പറഞ്ഞ് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. ഉടനെ അവന്റെ ഗിറ്റാർ എടുത്ത് കയ്യിൽ പിടിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ എന്റെ മ്യൂസിക്കിന്റെ പവർ എന്താണെന്ന് കാണിച്ചു തരാം. ഒരുപാട് നാളും ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച എനിക്ക് എല്ലാമായി തീർന്നത് എന്റെ ടീംമേറ്റ്സ് ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ബ്രൂക്ക് ആണെങ്കിൽ അടിപൊളിയായിട്ട് മ്യൂസിക് ഒക്കെ വായിച്ച് പാടാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഈസ്റ്റ് ബ്ലൂവിലുള്ള ജയന്റ് ബ്രിഡ്ജ് കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ റോബിൻ അവളും ആ ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ച് ലൂഫി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതിനുശേഷം റെവല്യൂഷണറി ആർമിയുടെ കൂടെ തന്നെ ഡ്രാഗണെ മീറ്റ് ചെയ്യാൻ അവിടേക്ക് പോവാണ്. യാത്രയിൽ നമ്മുടെ റോബിൻ ആണെങ്കിൽ അവളുടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ അവളുടെ ഐലാൻഡില് അവൾക്കുണ്ടായ ദുരനുഭവങ്ങളെല്ലാം അവൾ ഓർക്കും. അവക്കിജി ഉള്ളതുകൊണ്ട് മാത്രമാണ് അന്ന് അവൾക്ക് അവളുടെ വോഹാറ ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും 8 വയസ്സുള്ള അവൾക്ക് 75 മില്യൺ ബൗണ്ടി ആയിരിക്കും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക. ഒരുപാട് പേരുടെ കീഴിൽ അവൾ ആശ്രയം തേടി അടിമയെ പോലെ ജീവിച്ചു. പക്ഷെ അവരെല്ലാവരും ബൗണ്ടിക്ക് വേണ്ടി അവളെ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും വിൽക്കാനും ശ്രമിച്ചു. അവിടുന്നെല്ലാം അവൾ കഷ്ടിക്ക് ഓടി രക്ഷപ്പെട്ടു. ഒരുപാട് പേര് അവളെ അവരുടെ താല്പര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. അവസാനം ലൂഫി അവൻ വേൾഡ് ഗവൺമെന്റിനെ തന്നെ വെല്ലുവിളിച്ച് റോബിനെ അവൾ അവന്റെ ടീമിലേക്ക് സ്വന്തമാക്കി എടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് റോബിൻ ഇപ്പോ ഡ്രാഗന്റെ ആ ബേസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരാണെങ്കിൽ റോബിനെ അകത്തേക്ക് സ്വാഗതം ചെയ്യും. അവളും ഒരുപാട് സന്തോഷത്തില് അകത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ റോബിന് ബ്ലാങ്കറ്റ്സ്, പുറത്തിരിക്കാനായിട്ട് സോഫ, ഫുഡ്, ഡ്രിങ്ക്സ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് കൊണ്ടുവരികയാണ്. റോബിനാണെങ്കിൽ ഇപ്പൊ ലൂഫിക്ക് വേണ്ടി സ്ട്രോങ് ആയേ പറ്റൂ. അവൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കപ്പലിൽ യാത്ര ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഉസോപ്പിനെ കാണിക്കുകയാണ്. ചെക്കൻ ഇപ്പൊ പഴയതുപോലെയല്ല, ഭയങ്കര ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ആ ഐലാൻഡിന് ചുറ്റും ഉഷാറായിട്ട് ഓടി എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെർലുക്സിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇത്രയും നേരവും അവൻ പറഞ്ഞത് മൈൻഡ് പോലും ചെയ്യാതിരുന്ന ഉസോപ്പ് ഇപ്പോ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ടൈം ഹെർലുക്സിന്റെ തലയിലേക്ക് എന്തോ ഒന്ന് വന്ന് വീഴും. അപ്പോഴായിരിക്കും അവനൊരു ബുദ്ധി വെളിച്ചുണ്ടാവുക. ഇത്രയും നേരവും ഒസോപ്പിന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായിരുന്നില്ല. ഞാൻ അവന്റെ പിന്നാലെ നടന്ന് അവന്റെ കാല് പിടിച്ചു പറഞ്ഞിട്ട് പോലും അവൻ മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് ഇത് എന്തു പറ്റി, അവനെങ്ങനെ എങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായി എന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതേസമയം ഉസോപ്പ് ആണെങ്കിൽ ഒരുപാട് ദൂരം ഓടി ടയർഡായി ഒരു മൂലയ്ക്ക് വന്ന് കിടക്കും. ഹെർലുക്ക് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കും, എന്തു പറ്റി,
ആ ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം നിനക്കിപ്പോ ആകെ മൊത്തം ഒരു ചേഞ്ച്. അതിനവൻ പറയും, അതെ, അതില് ഞങ്ങളുടെ ടീം ക്യാപ്റ്റനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. അദ്ദേഹം ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിങ് എടുത്ത് കൂടുതൽ സ്ട്രോങ് ആവാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും ലൂഫി. അവൻ ഹെൽപ്പിന് വേണ്ടി നിലവിളിച്ചു. ആ സമയത്ത് ഞാൻ സ്ട്രോങ് ആയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ലീഡറിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരു കാരണവശാലും ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ട് പാടില്ല. ഞാൻ സ്ട്രോങ് ആവണം, എനിക്ക് സ്ട്രോങ് ആയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഹെർലുക്സിനെ പിടിച്ചു വലിച്ച് അവന് പറഞ്ഞും പുറഞ്ഞു ഇട്ടിക്കും. ഒസോപ്പിന് അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം ഓർമ്മ വരിക. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഐലാൻഡിൽ ഒരുപാട് കാലങ്ങളായി ഹെർക്ലസ് അവൻ അങ്ങനെ സർവൈവ് ചെയ്ത് നിൽക്കുകയാണ്. സോ അവന്റെ വെപ്പൻസും ടാറ്റിക്സും അത് വേറെ ലെവലായതുകൊണ്ടാണ് അവനെ കൊണ്ട് അത് കഴിയുന്നത്. സോ ഹെർലുക്സ്, നീയാണ് എന്റെ മാസ്റ്റർ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു തരണം. അത് കേട്ട് ഹെർലുക്സിനും ഇപ്പൊ ഭയങ്കര ആവേശം. അവനാണെങ്കിൽ ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് ഉസോപ്പിന് ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കും. അവൻ ചെറിയൊരു സീഡ് മുതൽ അവിടെയുള്ള പ്ലാന്റ്സ്, ട്രീസ് എന്നിങ്ങനെ എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ട് ഉസോപ്പിന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ട്രെയിനിങ് എടുത്തും കാര്യങ്ങൾ മനസ്സിലാക്കിയും വെയിറ്റ് കുറയാനുള്ള എക്സസൈസ് ഒക്കെ ചെയ്തും ഉസോപ്പ് മുൻപോട്ട് പോകും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ സോറയെ കാണിക്കും. അവനാണെങ്കിൽ ഹോക്കായുടെ കാലിൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ലൂഫി കൊടുത്ത ഇൻഫർമേഷൻ അവനും കറക്റ്റായിട്ട് പിടികിട്ടി. അവൻ ഹോക്കായോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങളാണ് വേൾഡിലെ നമ്പർ 1 സ്ക്വാഡ്സ്മാൻ, എനിക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ട്രെയിനിങ് തരണം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഹോക്കായ്ക്കാണെങ്കിൽ അത് കേട്ട് ചിരി വരും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിനക്ക് ട്രെയിനിങ് തരില്ല. വെറും ആ കൊരങ്ങന്മാരെ പോലും നിനക്ക് തോൽപ്പിക്കാനായില്ല. അങ്ങനെയുള്ള നിനക്ക് ട്രെയിനിങ് തരുന്നത് അത് എനിക്ക് പോലും അപമാനമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നിർത്താതെ സോറയെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. സോറോ പല്ലൊക്കെ കടിച്ച് എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ച് വീണ്ടും അവനോട് റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. സോറ പതിയെ തല മുകളിലേക്ക് ഉയർത്തി ആ കൊരങ്ങന്മാരെ മുഴുവൻ ഞാൻ കൊന്നു എന്ന് ഹോക്കായോട് പറയും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ കൊരങ്ങന്മാരെ കാണിക്കും. അവറ്റുകളെല്ലാം ചോര തുളുമ്പി ചത്ത് മലച്ചു കിടക്കുകയാണ്. സോറ വീണ്ടും പറയും, എനിക്ക് ട്രെയിനിങ് എടുത്ത് നിങ്ങളെ തോൽപ്പിക്കണം, എന്നിട്ട് നമ്പർ 1 സ്ക്വാഡ്സ്മാൻ എനിക്കാവണം. ഹോക്കായി ആണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവാണ്. എന്നോട് തന്നെ ട്രെയിനിങ് എടുത്ത് എന്നെ തന്നെ തോൽപ്പിക്കാനാണോ നീ ശ്രമിക്കണേ? ഹോക്കായിക്ക് മനസ്സിലാവും ഇതിനെല്ലാം ഉപരിയായിട്ട് അവന് മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് അവൻ ഇത്തരത്തിൽ ട്രെയിനിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. വേറെ വഴിയില്ലാതെ ഇപ്പൊ ഹോക്കായി ആളാണെങ്കിൽ സോറോയ്ക്ക് ട്രെയിനിങ് കൊടുക്കാൻ സമ്മതിക്കും. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ വില്ലത്തി പെണ്ണ് അവളിപ്പോ ആ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കാര്യമായിട്ട് വായിക്കും. അതിനുശേഷം ലൂഫി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യം അതിപ്പോ സോറോയോട് തന്നെ ചോദിക്കുകയാണ്. അതിന് സോറോ പറയും, 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ടീംമേറ്റ്സിന് പരസ്പരം കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ 2 വർഷത്തിന് ശേഷമാണ് ഇനി പരസ്പരം കാണാൻ പാടുള്ളൂ എന്നാണ് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് ട്രെയിനിങ് എടുത്ത് സ്ട്രോങ് ആവണം. അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് ആ ന്യൂ വേൾഡിലേക്ക് പോയി അവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ. സോറോ ആണെങ്കിൽ പ്രോപ്പറായിട്ട് റെസ്റ്റ് ഒന്നും എടുക്കാതെ ഹോക്കായുടെ അടുത്തേക്ക് വരും. എനിക്ക് എത്രയും പെട്ടെന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴായിരിക്കും ഹോക്കായി ഒരു സർപ്രൈസ് ഇപ്പൊ നമ്മുടെ സോറയ്ക്ക് കാണിച്ചു കൊടുക്കുക. അവൻ കൊന്നുകളഞ്ഞ ആ കൊരങ്ങന്മാരുടെ ടീമിലുള്ള ബാക്കി കൊരങ്ങന്മാര് അവറ്റുകളിപ്പോ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അതിനെല്ലാം ഉപരിയായിട്ട് അവരുടെ മെയിൻ ടീം ലീഡർ അവിടേക്ക് വന്നിരിക്കുകയാണ്. അവര് ഭയങ്കര സ്ട്രെങ്തും ഭയങ്കര ഇന്റലിജൻസ് ഒക്കെയാണ്. അടുത്ത നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ ആ ഒറ്റകളെ വെട്ടിയെറിയാൻ പാഞ്ഞടുക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും 2 വർഷത്തിനുള്ളിൽ സ്ട്രോങ് ആവാനായി അവരവരിയ്ക്കുന്ന ഐലാൻഡില് ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ ചെയ്യാണ്. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.